മധ്യകേരളത്തിലെ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രങ്ങളിലൊന്നാണ് പൊന്നുരുന്തി ജമാഅത്ത് പള്ളി. അങ്ങോട്ടേക്കാണ് യാത്ര. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനടുത്ത് പാലാരിവട്ടം പുതിയ റോഡിലാണ് പൊന്നുരുന്തി പള്ളി സ്ഥിതി ചെയ്യുന്നത്. ദിവസവും നിരവധി ആളുകളാണ് സിയാറത്തിനായി ഇവിടെ വന്നു ചേരുന്നത്. പൊന്നുരുന്തി ജമാഅത്തിൽപ്പെട്ട ചാണേപ്പറമ്പിൽ മർഹൂം കൊച്ചുണ്ണി പെണ്ണുമ്മ എന്നീ ദമ്പതികളുടെ മകനാണ് വലിയുല്ലാഹി പള്ളിപ്പടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയിരുന്ന മഹാൻ പ്രാഥമിക ദീനീ വിജ്ഞാനം കരസ്ഥമാക്കിയത് എറണാകുളം ജില്ലയിലെ നെട്ടൂരിലും മറ്റ് പലയിടങ്ങളിൽ നിന്നുമൊക്കെയായിരുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പൊന്നാനിയിലെ വലിയ ജമാഅത്ത് പള്ളിയിലായിരുന്നു പള്ളിപ്പടി ഉപരിപഠനം നടത്തിയത്. വിജ്ഞാനത്തിൻ്റെ നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയവുമായിട്ടാണ് ഉപരിപഠനം കഴിഞ്ഞ് മഹാൻ നാട്ടിൽ തിരിച്ചെത്തിയത്. ദുനിയാവിൻ്റെ സുഖജീവിത ചിന്തകളിലൊന്നും അലിഞ്ഞുചേരാതെ പരിപൂർണമായി തൻ്റെ മനസ്സും ശരീരവും അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ഔലിയാക്കളുടെ പാതയിലൂടെയാണ് മഹാനവറുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. മഹാനവറുകളുടെ നിരവധി കറാമത്തുകൾ നേരിൽ കണ്ട ആളുകൾ ഇന്നും ഈ മഹലിൽ തന്നെയുണ്ട്. ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടുകയും സദാനേരവും ഖുർആനിലും ദിക്റിലും പ്രാർത്ഥനയിലും നിരതനായിക്കൊണ്ടിരിക്കുകയും വളരെ കാലം കൊച്ചിയിലെ മുഹിയുദ്ദീൻ പള്ളിയിലും കൊച്ചങ്ങാടിയിലെ ചെമ്പിട്ട പള്ളിയിലും എറണാകുളത്തെ സെൻട്രൽ ജുമാ മസ്ജിദിലുമൊക്കെ മഹാനവറുകളുടെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. സുപ്രസിദ്ധ സൂഫി വര്യന്മാരായ കണിയാപുരം അബ്ദുറസാഖ് മസ്താൻ റളിയല്ലാഹു അൻഹു, മാടവന അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ഇടപ്പള്ളി ഉസ്താദ് കൂട്ടായി KP അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, മണ്ണാർക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന ബീരാൻ ഔലിയാർ റളിയല്ലാഹു അൻഹു, CM മടവൂർ റളിയല്ലാഹു അൻഹു മുതലായ മഹത്തുക്കൾ പള്ളിപ്പടിയുടെ ജീവിതകാലത്തോ വഫാത്തിന് ശേഷമോ അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്ദർശിച്ചവരിൽ പെടുന്നു. ഹിജ്റ വർഷം 1383 റബീഉൽ ആഖിർ 28-ാം തീയതി വെള്ളിയാഴ്ച, അതായത് 1963 ആണ്ട്, സ്വന്തം കുടുംബ വസതിയിൽ വെച്ചാണ് മഹാനായ പള്ളിപ്പടി അവർകൾ ഇഹലോകവാസം വെടിയുന്നത്. പൊന്നുരുന്തി ജമാഅത്ത് പള്ളിയുടെ മുൻവശം പൊതു ഖബർസ്ഥാനോട് ചേർന്ന് മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇപ്പോഴും വിവിധ മതസ്ഥരും തരക്കാരുമായ സ്ത്രീ പുരുഷന്മാർ മഹാനവറുകളുടെ ഖബറിടം സന്ദർശിക്കുവാനും അദ്ദേഹത്തിൻ്റെ പരലോക നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ദാനധർമ്മങ്ങൾ നൽകുവാനും അതുമൂലം അനുഗ്രഹീതരാകുവാനും വിവിധോദ്ദേശം പൂർത്തീകരണത്തിനുമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. മഹാനവറുകളുടെയും അത്തരം മഹാത്മാക്കളുടെയും സന്ദർശനം കൊണ്ട് അനുഗ്രഹീതരാകുവാൻ അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.